വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞത് വെറും വാക്കായിരുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. CPM-ഉം BJP-യും കരുതിയിരുന്നുള്ളൂ. എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്ന ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് 24 മണിക്കൂർ തികയും മുമ്പ് ആ ബോംബ് പൊട്ടി. അതും BJP-യിൽ. പാലക്കാട്ടെ BJP നേതാവും പാലക്കാട് സ്ഥാനാർത്ഥിയുമായിരുന്ന C. കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി. പീഡനത്തിന് ഇരയായി എന്ന് കാണിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു യുവതി നൽകിയ പരാതിയാണ് പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പരാതി പ്രവാഹങ്ങൾ ഏറ്റെടുത്ത് BJP സമരരംഗത്ത് സജീവമാകുമ്പോഴാണ് C. കൃഷ്ണകുമാറിനെതിരെയും സ്ത്രീ പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. രാഹുലിനെ രാജിവെപ്പിക്കാൻ പാലക്കാട്ട് BJP നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച കൃഷ്ണകുമാറിനെതിരായ പരാതി സ്ഥിരീകരിക്കപ്പെടുകയും അത് വാർത്തയായി വരികയും ചെയ്തതോടെ BJP-യും പ്രതിരോധത്തിലായി. കന്റോൺമെന്റ് ഹൌസിലേക്ക് കാളയുമായി മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരോട് ആ കാളയെ കളയരുത് എന്നും BJP അധ്യക്ഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ടി വരുമെന്നും സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ സതീശൻ പറഞ്ഞ ബോംബ് BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് എന്ന് സൂചന നൽകി സന്ദീപ് വാര്യരും രംഗത്തെത്തി. എന്നാൽ സതീശൻ ഉദ്ദേശിച്ച ആ ബോംബ് കുടുംബകാര്യം മാത്രമാണ് എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പേര് പരാമർശിക്കാതെ ഇന്നലെ BJP വൃത്തങ്ങൾ നൽകിയ സൂചന. പക്ഷേ ഇന്ന് അതിലൊരു വ്യക്തത വന്നു. RSS BJP നേതാക്കൾക്ക് നേരത്തെയും ഇതേ യുവതി കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. ആദ്യം ഗോപാലൻകുട്ടി മാസ്റ്ററെയും പിന്നീട് V. മുരളീധരനെയും MT രമേശിനെയും സുഭാഷിനെയും പരാതിയുമായി സമീപിച്ചുവെങ്കിലും നടപടിയെടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ മുന്നോട്ടു പോയില്ല. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഉയരുകയും രാഹുലിനെതിരായ സമരത്തിൽ മുൻപന്തിയിൽ കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു. എന്നാൽ രാഹുലിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള അർഹത കൃഷ്ണകുമാറിനില്ലെന്നും കൃഷ്ണകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും യുവതിയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കൽ RSS നേതൃത്വത്തിന് മുന്നിൽ വരെ എത്തിയ പരാതിയാണ് ഇപ്പോൾ വീണ്ടും BJP-ക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ പാർട്ടി എന്ത് നടപടിയെടുക്കുമെന്ന് കണ്ടറിയണം. പരാതി കുടുംബ പ്രശ്നം മാത്രമായി മാറ്റാനുള്ള ശ്രമവും BJP-ക്കുള്ളിൽ നടക്കുന്നുണ്ട്. കുടുംബ പ്രശ്നമായി ചിത്രീകരിച്ച പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ BJP-യിൽ അണിയർ നീക്കവും ശക്തമാണ്. കാരണം പാലക്കാട്ടെ BJP-യെ നിയന്ത്രിക്കുന്നത് തന്നെ കൃഷ്ണകുമാറാണ് എന്ന ഒരു നിലയുണ്ട്. എതിർപ്പുകൾ ഏറെ മറികടന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത്. തോൽവിയോടെ പ്രഭാവത്തിന് മങ്ങലേറ്റുവെങ്കിലും കൃഷ്ണകുമാർ പാലക്കാട്ടെ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായി തുടർന്നു. BJP ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്തായെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ പരിലാളനയിൽ കൃഷ്ണകുമാർ കോർ കമ്മിറ്റിയിൽ തുടർന്നു. അതായത് പാലക്കാട്ട് കൃഷ്ണകുമാർ BJP-യിൽ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇതോടെ ഉറപ്പിക്കപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ BJP പ്രതിഷേധത്തിന് മുന്നിൽ കൃഷ്ണകുമാറായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബോംബ് കൃഷ്ണകുമാറിനെതിരാകുന്നതും ആ സാഹചര്യത്തിലാണ്. ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതി എത്താനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയപ്പാടിലാണ് BJP. യുവതിയുടെ പരാതി BJP-ക്ക് ലഭിച്ചുവെന്ന് ഉറപ്പിച്ച കോൺഗ്രസ് ഇക്കാര്യത്തിൽ BJP-ക്കെതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പാണ്. സതീശൻ പറഞ്ഞ ബോംബുകളിൽ ഒന്നാണോ ഇപ്പോൾ പൊട്ടിയത് എന്ന് സംശയിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നേക്കും. പക്ഷേ ഇതൊരു സാമ്പിൾ ബോംബാണ് എന്നാണ് ഇന്ന് സതീശന്റെ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പരാമർശിച്ച ഞെട്ടിക്കുന്ന വാർത്തയെക്കുറിച്ചുള്ള ചോദ്യത്തിന് തിരക്ക് പിടിക്കേണ്ട ഒരുപാട് വാർത്തകൾ വരുമെന്നാണ് സതീശൻ പറഞ്ഞത്. BJP-ക്കാരോട് ഞാൻ പറഞ്ഞു, ആ കാളയെ അഴിച്ചുവിടല്ലേ, കാളയെ കൊടുക്കല്ലേ, അതിനെ പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കെട്ടണമെന്ന്. ഇപ്പോൾ ആവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്. കാളയെ ഇനിയും ആവശ്യം വരുമെന്നാണ് സതീശന്റെ വാക്കുകൾ. CPM-ഉം സൂക്ഷിക്കണം, BJP കാളയെ അഴിച്ചുവിടരുത് എന്നാണ് താൻ പറഞ്ഞിരുന്നത് എന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനർത്ഥം BJP-ക്കെതിരെ ഇനിയും ബോംബുകൾ പൊട്ടാനുണ്ട് എന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത് എന്ന് ഉറപ്പ്. എന്നാൽ തനിക്കെതിരായ പീഡന പരാതി സ്വത്ത് തർക്കം മാത്രമാണ് എന്നാണ് C. കൃഷ്ണകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സ്വത്ത് തർക്കത്തിൽ ഈ യുവതി തനിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചിരുന്നുവെന്നും സത്യമല്ല എന്ന് കണ്ട് കോടതി തള്ളിയതാണ് എന്നും കൃഷ്ണകുമാർ പറയുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആരാഞ്ഞതോടെ പോലീസ് പരാതി അന്വേഷിച്ച് തള്ളിയതാണ് എന്നും അതുകൊണ്ട് കോടതിയിൽ എത്തിയില്ല എന്നും കൃഷ്ണകുമാർ മലക്കം മറിഞ്ഞു. പാർട്ടിയിൽ പലർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന യുവതിയുടെ ആരോപണവും കൃഷ്ണകുമാർ നിഷേധിച്ചു. കഴമ്പുണ്ട് എന്ന് തോന്നിയ പരാതിയിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് എന്നും
അത്തരത്തിലൊരു പരാതിയിലാണ് സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് എന്നും കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. പാർട്ടി നേതൃത്വം വിശദീകരണമൊന്നും തേടിയിട്ടില്ല എന്നും അങ്ങനെയുണ്ടായാൽ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നിൽ സന്ദീപ് വാര്യറാണ് എന്ന് വരുത്തി തീർക്കുകയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് പുറത്തുപോയി എന്നും അയാളാണ് ഇതിന് പിന്നിലെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. BJPക്കൊപ്പം ഞെട്ടാൻ തയ്യാറാകാൻ CPM-നും ഇന്നലെ സതീശൻ താക്കീത് നൽകിയിട്ടുണ്ട്. BJPക്കെതിരായ ആദ്യ ബോംബ് പൊട്ടുകൂടി ചെയ്തതോടെ അടുത്തത് CPM-ന്റെ ഊഴമായിരിക്കും. ബോംബുകൾ വീഴുന്നത് കോൺഗ്രസിലാണ് എന്നും തങ്ങൾക്ക് ഭയമില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞുവെങ്കിലും CPM-ന് ആശങ്കയുണ്ട്. ഏത് രീതിയിലായിരിക്കും സതീശൻ പറഞ്ഞ ബോംബ് പൊട്ടുക എന്ന കാര്യത്തിൽ. പ്രതിപക്ഷ നേതാവിന്റേത് വീരവാദമല്ലെന്നും ആ ബോംബ് എന്തായാലും പൊട്ടുമെന്നും കോൺഗ്രസ് നേതാക്കളും സൂചിപ്പിക്കുന്നു. വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ തെളിവ് സഹിതം പുറത്തുവിടുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ CPM ഇക്കാര്യത്തിൽ ജാഗരൂകരാണ്. എന്നാൽ ഏത് രൂപത്തിലായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് പൊട്ടുക എന്ന കാര്യത്തിൽ മാത്രമാണ് CPM-ന് അനിശ്ചിതത്വം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BJPയും CPM-ഉം അധികം അഹങ്കരിക്കേണ്ടതില്ല എന്നാണ് സതീശൻ ഇന്നലെ വ്യക്തമാക്കിയത്. കേരളം തന്നെ ഞെട്ടാൻ പോകുന്ന ഒരു വലിയ ബോംബ് കയ്യിലുണ്ട് എന്നും വൈകാതെ പൊട്ടുമെന്നും താക്കീത് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത് എന്നും അത് ചെയ്യാത്തവർ സൂക്ഷിച്ചോളൂ എന്നുമുള്ള മുന്നറിയിപ്പായിരുന്നു സതീശിന്റേത്. ഇനിയും ചിലതെല്ലാം പുറത്തു വന്നേക്കാമെന്ന സന്ദേശം കൂടി അത് നൽകിയിട്ടുണ്ട്. ഒരു പേടിയുമില്ലെന്ന മറുപടി നൽകി CPM-ഉം യുദ്ധം പ്രഖ്യാപിച്ചു. എന്തായാലും BJPയിൽ പൊട്ടിയ ബോംബ് ഇനി CPM-നെ ഏത് രീതിയിൽ ബാധിക്കും, CPM-ൽ എങ്ങനെയായിരിക്കും അടുത്ത ബോംബ് പൊട്ടുക എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.